പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നതിലെ മോൾ കൺസെപ്റ്റ് എന്ന ഭാഗത്തു നിന്ന് വരാവുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു. അത് കണ്ട് മനസ്സിലാക്കി പഠിച്ചവർക്കാണ് ഇതുകൊണ്ട് കൂടുതൽ പ്രയോജനകരമാവുന്നത്. അത് കാണാത്തവർ അത് വീണ്ടും കണ്ടു മനസ്സിലാക്കി പഠിച്ച ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. അതിനകത്തെ മോൾ കൺസെപ്റ്റ് എന്നുള്ള ഭാഗമാണ്. അവിടെ നിന്നുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 9 കാറ്റഗറി ആയിട്ട് പഠിക്കുകയാണ്. 9 തരത്തിലാണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളത് കൊണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. 1 മോൾ എന്ന് പറഞ്ഞത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണെന്നുള്ളൂ. വോളിയം എന്ന് പറയുന്നത് 1 മോൾ 22.4 ലിറ്ററിനാണ് 1 മോൾ എന്ന് പറയുന്നതെന്നും. ഗ്രാം ആറ്റോമിക് മാസും ഗ്രാം മോളിക്കുലാർ മാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഒരു എലമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ആറ്റം തന്നിട്ടുണ്ടെങ്കിൽ, ആറ്റത്തിൻ്റെ സിമ്പലാണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉണ്ട്. ഇലക്ട്രോൺസിൻ്റെ എണ്ണമൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത്, അതുപോലെ നമുക്ക് മാസ് നമ്പറിൻ്റെ GAM ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. GAM കണ്ടുപിടിക്കുന്ന സമയത്ത് ആറ്റോമിക് നമ്പറിൻ്റെ ആവശ്യമുണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നതാണ്. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ള ധാരണയോടുകൂടി ഇന്നത്തെ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് നോക്കാം. കാറ്റഗറി 1. അവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മോൾ ഓക്സിജൻ ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. 2 മോൾ ഓക്സിജൻ ഈക്വൽ ടു ഡാഷ് ഗ്രാം. ഇവിടെ നമുക്കോട് തന്നിരിക്കുന്നത് 2 മോൾ ഓക്സിജൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എഴുതി തന്നിരിക്കുന്നതുകൊണ്ട് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആറ്റമാണ്. O2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ മോളിക്യൂളാണ്. ഇവളോട് നമ്മളോട് പറഞ്ഞിട്ടില്ല ഏതാണ് 2 മോൾ ഓക്സിജൻ എന്നാ ഉദ്ദേശിച്ചിട്ടുള്ളൂ. O ആണെങ്കിൽ അതിൻ്റെ നമ്പറിനകത്ത് വ്യത്യാസമുണ്ട്. O ആണെങ്കിൽ അത് 8 ആണെന്ന് നമുക്കറിയാം. O2 ആണെങ്കിൽ അത് 16 ആണെന്നുള്ളത് അറിയാം. ഇത് ആറ്റമാണ്, ഇത് മോളിക്യൂളാണ്. ആ വ്യത്യാസം നമുക്കുണ്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരെണ്ണം തരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, ആറ്റമോ തന്മാത്രയോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ആറ്റമാണോ മോളിക്യൂളാണോ എന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ, വി ഹാവ് കൺസിഡർ ഇറ്റ് ആസ് ഓക്സിജൻ മോളിക്യൂളായിട്ട് വേണം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാനായിട്ട്. അതായത് തന്മാത്രയായിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ. ഇതൊരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. ഡയാറ്റോമിക് മോളിക്യൂളിന് എക്സാമ്പിൾസ് ആണ് N2, O2, H2, Cl2. ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ഇനി അടുത്ത് വരാൻ പോകുന്നത് 2 മോൾ ക്ലോറിൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തരുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരു മാറ്റത്തിൽ മാത്രമേ വരുള്ളൂ. ഇതേ ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നത്. 2 മോൾ നൈട്രജൻ തരാം, 2 മോൾ ഹൈഡ്രജൻ തരാം, അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. അപ്പം നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ പേരായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത് മോളിക്യൂൾ ആയിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം നമുക്ക് 2 മോൾ ഓക്സിജൻ ആണുള്ളത്. അപ്പം നമുക്ക് എത്ര വരും? ഓക്സിജൻ്റെ നമുക്ക് അറിയാം, ഓക്സിജൻ്റെ മോളിക്യൂളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെത് 32 ആണെന്നുള്ളത് നമുക്കറിയാം. 32 ആണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ, ഓക്സിജൻ്റെ O2. O എന്ന് പറയുന്നത് തന്നെ O2 എന്നുള്ളത് ആറ്റോമിക് നമ്പറാണ് 8, മാസ് നമ്പറാണ് 16 എന്നുള്ളത്. മാസ് നമ്പറിൻ്റെ വെച്ചിട്ട് മാസ് നമ്പറിൻ്റെ 2 എണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 16 × 2 32 എന്ന് കിട്ടും. അതുപോലുള്ള 2 മോൾ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 32 64 ഗ്രാം എന്നുള്ളതാണ് ആൻസർ. ഇവിടുത്തെ ആൻസർ വരുന്നത് നമുക്ക് 64 ഗ്രാം എന്നാണ്. 64 ഗ്രാം എന്നാണ് നമുക്ക് വരുന്നത്. ഓക്സിജൻ്റെ മോളിക്യൂളാണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കിനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം.
നമുക്കൊരു 9 കാറ്റഗറി ഉണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ വിടുന്നതിന് കുഴപ്പമില്ല. കാറ്റഗറി 2 3 മോൾ അമോണിയ. ക്വസ്റ്റ്യൻ ഇതാണ്, 3 മോൾ അമോണിയ ഈക്വൽ ടു ഡാഷ് പാർട്ടിക്കിൾസ്. ഈ ക്വസ്റ്റ്യൻ വേറെ തരത്തിലും ചോദിക്കാം. 3 മോൾ അമോണിയ ഈസ് ഈക്വൽ ടു ഡാഷ് മോളിക്യൂൾസ്. നമ്മൾ പഠിച്ചതാണ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെയാണ് കാണേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, നമുക്കറിയാം. 3 ഇൻറ്റു NA ആണ്. 3 ഇൻറ്റു NA ആണ്. അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഒരു മോളിനകത്തുള്ളതെന്ന് അറിയാം. ഇവിടെ 3 മോളാണ് തന്നിട്ടുള്ളത്. അപ്പം 3 ഇൻറ്റു NA ആണ്. 3 ഇൻറ്റു NA ആണ്. അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 3 ഇൻറ്റു NA എന്ന് എഴുതാം ഒരു തരത്തിൽ. അല്ലെങ്കിൽ 3 ഇൻറ്റു NAയുടെ വാല്യൂ നമുക്കറിയാം 6.022 ഇൻറ്റു 10⁻23 ആണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 18.066 ഇൻറ്റു 10⁻23 എന്ന് എഴുതാം. ഇത് മൂന്നും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഈ 3 തരത്തിൽ നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചാലും മോളിക്യൂൾ എന്ന് ചോദിച്ചാലും അതിനകത്ത് സെയിം നമ്പർ തന്നെയാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം 3 മോൾ അമോണിയയ്ക്കകത്ത് ഇത്രയും അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. 3 മോൾ അമോണിയ ഈസ് ഈക്വൽ ടു ഡാഷ് ആറ്റംസ്. 3 മോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ അമോണിയ എന്നുള്ള സ്ഥലത്ത് മാത്രം മാറ്റിത്തരും. ഈക്വൽ ടു ഡാഷ് ആറ്റംസ്. ആറ്റംസ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇച്ചിരി മുമ്പത്തെ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എത്രയെന്നായിരുന്നു ചോദിച്ചത്. ഇവിടെ നമ്മളോട് ആറ്റംസ് ആണ്. ആറ്റംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ്. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ആറ്റോമിസിറ്റി ഇൻറ്റു NA. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ആറ്റോമിസിറ്റി ഇൻറ്റു NA ആണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മോളാണ് തന്നിരിക്കുന്നത്. അപ്പം 3 ഇൻറ്റു ആറ്റോമിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ള എണ്ണം പറയുന്നതിനാണ് നമ്മൾ പറയുന്നത്. എത്ര ആളുകളുണ്ടെന്ന്, എത്ര എണ്ണം ഉണ്ടെന്ന്. ഇവിടെ നൈട്രജൻ 1, 3 ഹൈഡ്രജൻ, 3 1 4. അപ്പം 4 ആണ് അതിൻ്റെ ആറ്റോമിസിറ്റി. 3 ഇൻറ്റു 4 ഇൻറ്റു NA ദാറ്റ് ഈസ് ഈക്വൽ ടു 12 NA ആറ്റംസ്. ഇത് നമുക്ക് വേറൊരു തരത്തിലും കൂടി എഴുതാം. 12 ഇൻറ്റു NAയുടെ വാല്യൂ നമുക്കറിയാം 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. ഇതാണ് അതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്. പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചാൽ അത് എളുപ്പത്തിൽ എഴുതാനായിട്ട് പഠിക്കണം. അടുത്തത് നമുക്ക് നോക്കാം. കാറ്റഗറി 3 ആണ്. ഇതെല്ലാം കിട്ടിയെന്ന് ഓർക്കുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇതെല്ലാം വളരെ ഈസി ആയിരിക്കും. അത് കാണാത്തവർ കണ്ടു പഠിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. കാറ്റഗറി 3. Find the pairs having same molecule or particle. Find the pairs having same molecule, particle and volume. തന്നിരിക്കുന്നതിനകത്ത് തുല്യ കണികകൾ അല്ലെങ്കിൽ തുല്യ വ്യാപ്തം ഉള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. 2 മോൾ അമോണിയ, 11.2 ലിറ്റർ, 11.2 ലിറ്റർ കാർബൺ മോണോക്സൈഡ്, 18.066 ഇൻറ്റു 10⁻23 particle of N2 nitrogen, 88 gram കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ നമ്പർ സെയിം മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അതിൻ്റെ വോളിയം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്യൂളും പാർട്ടിക്കിൾസും ഒക്കെ കാണാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലെന്തി ആയിട്ട് പോകും.
അപ്പോൾ അതിന് പകരം നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇതിനെ മോളിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക, പിന്നീട് തുല്യ മോളുള്ള സെയിം മോളുള്ളത് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് നോക്കാം. 2 മോൾ അമോണിയ എല്ലാത്തിനെയും നമ്മൾ മോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 2 മോൾ അമോണിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എത്ര മോളാണ് ഉള്ളത്? 2 മോൾ തന്നെ. അപ്പോൾ അത് 2 മോളാണെന്ന് എഴുതി. 11.2 ലിറ്റർ കാർബൺ മോണോക്സൈഡ്. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് 22.4 ലിറ്ററിനാണ് 1 മോൾ എന്ന് പറയുന്നത്. 22.4 ലിറ്റർ ആണ് 1 മോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 11.2 എന്ന് പറയുന്നത് 0.5 പകുതിയായിരിക്കും, 0.5 മോൾ ആയിരിക്കും. ഇനി 18.66 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പോൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 18.066 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 മോൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. 3 മോളാണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗിവൺ മാസ് ബൈ GMM ആണ്. ഇവിടെ GMM എന്ന് പറയുന്നത് കാർബണിൻ്റെത് 12 ആണ്, 12 പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്, 16 ഇൻറ്റു 2. അപ്പം എന്ന് പറയുമ്പം 88 ഡിവൈഡ് ബൈ 12 പ്ലസ് 32 എന്ന് പറയുമ്പം 88 ഡിവൈഡ് ബൈ 44 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നെ വന്നു. അപ്പം ഇതെന്ന് പറയുന്നതും 2 മോൾ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. 2 മോൾ ആണ് നമുക്ക് കിട്ടി. ഇവിടുത്തെ 2 മോൾ വന്നേക്കുന്ന ഏതൊക്കെയാണ്? 2 മോൾ അമോണിയയുടേതും 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെതും രണ്ടും വന്നിരിക്കുന്നത് 2 മോൾ ആണ് നമുക്ക് കിട്ടി. അപ്പോൾ സെയിം മോൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അമോണിയയുടേത് 2 മോൾ അമോണിയയും 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡുമാണ് സെയിം മോളായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം മോൾ ആണെങ്കിൽ ഇതിനകത്ത് സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വോളിയം ആയിരിക്കുമല്ലോ എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? അവഗാഡോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം മോൾ ഇൻറ്റു അവഗാഡോ നമ്പർ എന്നുള്ളതാണ് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ 2 മോളുള്ളത് 2 ഇൻറ്റു NA എന്ന് വരും. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതാം. 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ അത് 12.044 ഇൻറ്റു 10⁻23 എന്ന് വരും. 12.044 ഇൻറ്റു 10⁻23 എന്ന് വരും. അതാണ് അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതിനകത്തുള്ള വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കൂടെ കണ്ടുപിടിക്കാം. പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 12.044 ഇൻറ്റു 10⁻23 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഈസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം വോളിയം 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം 2 മോൾ ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 മോൾ ആണെങ്കിൽ 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം 2 മോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? 2 ഇൻറ്റു 22.4 ലിറ്റർ എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 44.8 ലിറ്റർ എന്നാകും. ഇതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. 44.8 ലിറ്റർ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം, പരീക്ഷയ്ക്ക് കാണാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് മോളിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക. അതിനകത്തുള്ള മോളിൻ്റെ എണ്ണം തന്നെയായിരിക്കും പാർട്ടിക്കിൾസിൻ്റെ. സെയിം മോളുള്ളതിന് സെയിം പാർട്ടിക്കിൾസും സെയിം വോളിയവും ആയിരിക്കും നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മോളിൽ നിന്നും പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അവഗാഡോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ അടുത്തതും കഴിഞ്ഞിരിക്കുന്നത് 3rd കാറ്റഗറിയും കഴിഞ്ഞു. ഇനി നമ്മൾ 4th കാറ്റഗറിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. 4th കാറ്റഗറി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If 20 mole sodium chloride is packed into 100 gram packets, 20 mole sodium chloride is packed into 100 gram packets. 20 mole sodium chloride എന്ന് പറഞ്ഞാൽ ഉപ്പാന്നുള്ളത് നമുക്കറിയാമല്ലോ. സോഡിയം ക്ലോറൈഡ് 100 ഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഹൗ മെനി പാക്കറ്റ്സ് വിൽ ഒബ്റ്റെയിൻഡ്, വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ്. 20 മോളിൽ നിന്നും 100 ഗ്രാമിൻ്റെ വെച്ച് എത്ര പാക്കറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, മിച്ചം എത്ര ഉണ്ടാകുമെന്നുള്ളതാണ്. എത്ര ഗ്രാം അല്ലെങ്കിൽ എന്തോരം സോഡിയം ക്ലോറൈഡ് മിച്ചം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ്. ഈ 20 മോൾ, ക്വസ്റ്റ്യൻ മൊത്തം ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ഒന്ന് കേട്ടാൽ മതി, കേട്ടിട്ട് എഴുതിയെടുക്കുക. ഇഫ് 20 മോൾ സോഡിയം ക്ലോറൈഡ് ഈസ് പാക്ക്ഡ് ഇൻറ്റു 100 gram പാക്കറ്റ്സ്, ഹൗ മെനി പാക്കറ്റ്സ് വിൽ ഒബ്റ്റെയിൻഡ്, വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ്. നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മോൾ സോഡിയം ക്ലോറൈഡ് ആണ്. തന്നിരിക്കുന്നത് എന്താണ്? 20 മോൾ സോഡിയം ക്ലോറൈഡ് ആണ്. 20 മോൾ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 മോളിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 1 മോൾ സോഡിയം ക്ലോറൈഡിനകത്ത്, ആദ്യം 20 മോളിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം 1 മോളിൻ്റെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ 1 മോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്, 1 മോൾ NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമുക്ക് അതിൻ്റെ വാല്യൂസ് അറിയാവുന്നതാണ്. സോഡിയത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 23 ആണ്. പ്ലസ് ക്ലോറിൻ്റെത് ഇവിടെ എഴുതിയിട്ടില്ല, 35.5 ആണ്. 35.5 ആണ് ക്ലോറിൻ്റെത്. അപ്പം ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 58.5 ഗ്രാം എന്ന് വരും. നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. 58.5 ഗ്രാം എന്ന് വരും. ഇതൊക്കെ മനക്കണക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. 5, 3, 8, 3, 2, 5.5 അല്ല, നമ്മൾ കൂട്ടി എഴുതിയൊന്നും വരേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 58.5 ഗ്രാം എന്ന് നമുക്ക് കിട്ടി. 1 മോൾ ആണിത്. അങ്ങനെയാണെങ്കിൽ 20 മോളിൻ്റെ സോഡിയം ക്ലോറൈഡ് എന്തോരായിരിക്കും? 20 മോൾ സോഡിയം ക്ലോറൈഡിൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 20 × 58.5 ഗ്രാം ചെയ്താൽ മതി. 20 × 58.5 ഗ്രാം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 585-നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ കിട്ടും. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ 20ൻ്റെ ഇതായിട്ട് വെട്ടിപ്പോയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 585-നെ 2 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പം 1170 എന്ന് കിട്ടും. 1170 ഗ്രാം എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് 20 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, 20 മോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1170 ഗ്രാം സോഡിയം ക്ലോറൈഡ് ആണ്. എത്ര ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത്? നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളോട് ഉണ്ടാക്കേണ്ടത് 100 ഗ്രാമിൻ്റെ വെച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി എന്നറിയാമല്ലോ. റൈറ്റ് സൈഡിൽ നിന്ന് 2 സ്ഥാനം, അപ്പോൾ 0, 7, 2 സ്ഥാനം മാറ്റി കഴിയുമ്പോൾ 11.7 എന്ന് കിട്ടും. 70 അത് തന്നെയാണ്. 11.7 എന്ന് എഴുതിയാലും മതി. 70 ആണ് കിട്ടുന്നത്. അതായത് നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇവിടുന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്, പാക്കറ്റ്സ് 11 പാക്കറ്റ്സും പിന്നെ ഒരു 70 ഗ്രാം നമുക്ക് മിച്ചമുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ്? നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈസ് ഈക്വൽ ടു 10. റിമൈനിങ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 70 ഗ്രാം. റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 70 ഗ്രാം ആണ്. റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റി തരാം. ഇപ്പോൾ 20 മോൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ളതിന് പകരം ഇവിടെ മോളിക്യൂളിൻ്റെ പേര് മാറ്റിയിടാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്നോ ഗ്ലൂക്കോസ് എന്നോ അമോണിയ എന്നോ സൾഫ്യൂരിക് ആസിഡ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുത്തെ മാറ്റിയിടാം. അതുപോലെ തന്നെ ഇവിടുത്തെ മോളിൻ്റെ എണ്ണവും മാറ്റിത്തരാം. എന്നിട്ട് ഈ ഒരു പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു കാറ്റഗറിയാണെന്ന് പറയുന്നത്. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 മോൾ സോഡിയം ക്ലോറൈഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1 മോൾ എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അന്നേരം 20 മോൾ എത്ര ഗ്രാമാണെന്ന് കിട്ടും. 1 മോൾ എത്ര ഗ്രാമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് 20 മോൾ എത്ര ഗ്രാമാണെന്നുള്ളത് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്പർ ഓഫ് പാക്കറ്റ്സ് കിട്ടാൻ 100 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ഇനി അടുത്ത കാറ്റഗറി നോക്കാം. കാറ്റഗറി 5, 5ാമത്തെ കാറ്റഗറിയിലുള്ള ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസ് നിങ്ങൾ നോട്ടിലേക്ക് ഇത് വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് തനിയെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം കിട്ടത്തുള്ളൂ. ഇനി ഒട്ടും കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ കണ്ട് നോട്ട് എഴുതിയെടുത്ത ശേഷം പഠിച്ച ശേഷം വീണ്ടും തനിയെ ചെയ്ത് നോക്കണം. തനിയെ ചെയ്ത് മാത്രമേ പ്രോബ്ലംസ് എപ്പോഴും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കാറ്റഗറി 5 അതായത് അടുത്ത സെക്ഷൻ.
അടുത്ത ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 2 മോൾ CH4, 2 മോൾ മീഥേൻ നമുക്ക് തന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് എത്ര ഡാഷ് ലിറ്റർ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. എ എന്നുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ലിറ്റർ എന്നുള്ളതാണ്. ബി എന്ന ക്വസ്റ്റ്യൻ ഡാഷ് പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്, പാർട്ടിക്കിൾസ് എത്രയാന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഗ്രാം എന്നുള്ളതാണ്, ഡാഷ് ഗ്രാം എന്നുള്ളതാണ് സി ക്വസ്റ്റ്യൻ. അതിൻ്റെ ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് GMM, GMM എത്രയെന്നുള്ളതാണ്, ഡാഷ് GMM. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറി മാറി തരാം. എന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സാധാരണഗതിയിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എളുപ്പമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു സംശയവുമില്ല. കാരണം 1 മോൾ CH4 എന്ന് പറയുന്നത് 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2 മോൾ എന്ന് പറയുന്നത് 2 × 22.4 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 44.8 ലിറ്റർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഫസ്റ്റിലെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു സംശയവുമില്ല. അടുത്ത ബി ക്വസ്റ്റ്യൻ പാർട്ടിക്കിളിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോളിനകത്ത് അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ 2 മോളാണുള്ളത്. അപ്പം 2 × അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെ 6.022 × 10⁻23 എന്ന് വരും. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 12.044 × 10⁻23 എന്ന് കിട്ടും. അത്രയാണ് അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത് കിട്ടി. അപ്പം അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഗ്രാം എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഗ്രാം നമുക്ക് തന്നിരിക്കുന്നത് CH4 ആണ്. CH4 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഒരു കാർബണിൻ്റെ 12 പ്ലസ് ഹൈഡ്രജൻ്റെ 1 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 + 4 ഈസ് ഈക്വൽ ടു 16 ആണെന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. നമുക്ക് 1 മോളിനകത്തുള്ളതാണ് 16 ഗ്രാം. അപ്പം 2 മോളിലുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 2 മോൾ ഈസ് ഈക്വൽ ടു 2 × 16 ഈസ് ഈക്വൽ ടു 32 ഗ്രാം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 32 ഗ്രാം ആണെന്നുള്ളത് നമുക്ക് കിട്ടി. 2 × 16 ഈസ് ഈക്വൽ ടു 32 ഗ്രാം ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് അടുത്തത് GMM കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് 2 മോൾ CH4 എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. 2 മോൾ CH4 എത്ര GMM ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ അത് GMMൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാനല്ല, 2 മോളിനകത്ത് എത്ര GMM ഉണ്ടെന്നാണ്. 1 മോളാണെങ്കിൽ 1 GMM ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. 10 മോളാണെങ്കിൽ 10 GMM ആയിരിക്കും. ഇവിടെ നമുക്ക് 2 മോളാണുള്ളത്. അതുകൊണ്ട് GMMൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 മോളായിരിക്കും, 2 GMM ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. എല്ലാം തന്നെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. 2 മോൾ CH4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ ആദ്യം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മോൾ എന്ന് പറഞ്ഞത് 22.4 ആണ് നമുക്കറിയാം. 2 മോൾ കണ്ടുപിടിക്കാൻ വേണ്ടി 2 × 22.4 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ കിട്ടുന്നു. ഇനി അടുത്തത് പാർട്ടിക്കിൾസിലേക്ക് മാറ്റാനാണ്. 1 മോൾ എന്ന് പറയുന്നത് അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമുക്കറിയാം. അപ്പം 2 മോൾ എന്ന് പറയുന്നത് 2 × അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു. അടുത്തത് ഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയിലേക്കാണ്. ഗ്രാമിലേക്ക് മാറ്റാൻ ആദ്യം CH4 നമ്മൾ ഗ്രാമിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അത് 1 മോളിനകത്തുള്ളതാണ് 16. നമുക്ക് തന്നിരിക്കുന്ന 2 മോളാണ്. അപ്പം 2 × 16 ചെയ്യണം. അപ്പോൾ 32 ഗ്രാം എന്ന് കിട്ടും. ഇനി 2 മോളിനകത്ത് എത്ര GMM ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 1 മോൾ എന്ന് പറഞ്ഞത് 1 GMM ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2 മോളിനകത്ത് 2 GMM ആണ് ഉള്ളത്. അപ്പം ഇവിടെ ആ ക്വസ്റ്റ്യൻ നമുക്ക് തീർന്നിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പിള്ളേർക്ക് ഒത്തിരി ടഫായിട്ട് കാണുന്നതിനാൽ ഈ കാറ്റഗറിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. കാറ്റഗറി 5 തന്നെയാണ് ഇതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ തന്നിരിക്കുന്നു. നടുക്ക് തന്നിരിക്കുന്നത് ഡാഷ് മോൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മോൾ നമുക്ക് തന്നിട്ടില്ല. പകരം നമുക്കിവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് മാസാണ് തന്നിരിക്കുന്നത്. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അതാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇനി നമ്മൾ അത് എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം. ഡാഷ് ലിറ്റർ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എ ക്വസ്റ്റ്യൻ ആണ്. ഇത് എ ആണ്, എത്ര മോളാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. മറ്റേത് ബി ക്വസ്റ്റ്യൻ ആണ്, എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ്. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്തത് എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ആറ്റംസ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റോ നമ്മൾ ചെയ്ത പോലെ തന്നെ 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് മാസ്സാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മാസിനെ ഗിവൺ മാസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഗിവൺ മാസ് ബൈ ഇതൊരു മോളിക്യൂളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗിവൺ മാസ് ബൈ GMM ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര മോള് കിട്ടും എന്നുള്ളത്. അപ്പം ഗിവൺ മാസ് എന്ന് പറയുന്നത് 132 ഗ്രാം ആണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ GMM കാണാൻ വേണ്ടി കാർബണിൻ്റെ എത്രയാണ് 12 പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്. 16 × 2 ചെയ്യണം. അപ്പം 132 ഡിവൈഡ് ബൈ 12 പ്ലസ് 32 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 132 ഡിവൈഡ് ബൈ 12 പ്ലസ് 32 എന്ന് പറയുമ്പോൾ 44 എന്ന് വന്നു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 12 അറിയാവുന്നല്ലേ, നമ്മൾ 12 13. ഇവിടെ എത്ര വരുന്നത് 3 എന്നുള്ളതാണ് വരുന്നത്. 3 ആണ് അവിടുത്തെ നമ്പർ ആയിട്ട് വരുന്നത്. 3 മോളാണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. എത്രയാണ്? 7 ആൻസർ കിട്ടി. 3 മോൾ എന്ന്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗിവൺ മാസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗിവൺ മാസിനെ GMM കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെ തന്നിരിക്കുന്ന ഒരു മോളിക്യൂളാണ്. അപ്പം GMM കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് അവിടുത്തെ മോൾ എത്രയാണെന്നുള്ളത് കിട്ടി. 3 മോളാണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം മോള് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. മോള് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ലിറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 3 മോൾ എന്ന് പറയുമ്പോൾ 3 × 22.4 ലിറ്റർ എന്നാകും. ഒന്നെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 67.2 ലിറ്റർ എന്ന് വരും. 67.2 ലിറ്റർ എന്ന് വരും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ചെയ്യാൻ പറ്റുന്നവർ അത്രയും ചെയ്തിടുക. ഇനി അത് അല്ലാത്തവർ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് നമുക്ക് ആൻസർ തന്നിരിക്കുന്ന 67.2 ലിറ്റർ എന്നായിരിക്കും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാനാണ്. പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നറിയാം. അപ്പം ആൻസർ എത്രയാണ്? 3 × NA ആണ് എന്ന് പറയുന്നത്. 3 × 6.022 × 10⁻23 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 18.066 × 10⁻23 എന്ന് വരും. അതാണ് അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ നമ്പർ എന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്തത് ചോദിച്ചേക്കുന്നത് ആറ്റത്തിൻ്റെ നമ്പർ, എത്ര ആറ്റം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഒരു കാർബണും 2 ഓക്സിജനും എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ആറ്റംസ് ഈസ് ഈക്വൽ ടു 3. ഇതുപോലുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ മാസ് ആണ്. അതിൽ നിന്ന് നമ്മൾ ഗിവൺ മാസ് ബൈ GMM ചെയ്ത് മോള് കണ്ടുപിടിച്ചു. മോള് കണ്ടുപിടിച്ച 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണെന്ന് നമുക്കറിയാം. അതിനകത്തുനിന്ന് 3 മോൾ ആയതുകൊണ്ട് 3 മോളിൻ്റെ ലിറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് പാർട്ടിക്കിൾസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത് നമുക്കറിയാം. അപ്പോൾ അവഗാഡോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. അടുത്ത എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ 5ാമത്തെ കാറ്റഗറി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കാണുന്നതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞത് 6ാമത്തെ കാറ്റഗറിയാണ്. കാറ്റഗറി 6. How many grams CH4 is required for getting same number of particles present in 3 mol carbon dioxide? 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര CH4 ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം CH4 ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നും കൂടി ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പറയുന്നു. ഹൗ മെനി ഗ്രാം CH4 ഈസ് റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്? ക്വസ്റ്റ്യൻ കേട്ട് എഴുതിയെടുക്കുക. അവിടെ ക്വസ്റ്റ്യൻ കൂടെ എഴുതുന്നില്ല ഞാൻ.
how many grams CH4 is required for getting same number of particles present in 3 mole carbon dioxide. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 3 മോൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരണം 3 ഇൻറ്റു അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പം 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്ത് കഴിയുമ്പോൾ 18.066 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് കിട്ടി. പാർട്ടിക്കിൾസ് അത്രയും പാർട്ടിക്കിൾസ് ആണെന്നുള്ളതെന്ന് മനസ്സിലായി. ഈ 18.066 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് കിട്ടാൻ വേണ്ടി 3 മോൾ CH4 വേണമെന്ന് നമുക്കറിയാം. 3 മോൾ CH4-നകത്താണ് 18.066 ഇൻറ്റു ഇത്രയും പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പം ഇത്രയും പാർട്ടിക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും മോള് നമുക്ക് ആവശ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. 3 മോൾ CH4 എത്ര ഗ്രാം ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. അപ്പം 3 മോൾ CH4 എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 3 മോൾ CH4 ഈസ് ഈക്വൽ ടു നമുക്ക് 3 മോൾ CH4 എത്ര ഗ്രാം ആണെന്ന് കണ്ടുപിടിച്ച ആൻസറിലേക്ക് എത്തും. നമുക്കിപ്പോൾ 3 മോൾ CH4 എത്ര ഗ്രാം ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. 3 മോൾ CH4 എന്ന് പറയുന്നത് 3 ഇൻറ്റു കാർബണിൻ്റെ 12 പ്ലസ് ഹൈഡ്രജൻ്റെ 1 ഇൻറ്റു 4 ആണ്. അപ്പം 3 ഇൻറ്റു 12 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 16 ആണ്. 3 ഇൻറ്റു 16 ചെയ്ത് കഴിയുമ്പോൾ 48 ഗ്രാം എന്ന് നമുക്ക് കിട്ടുമെന്നറിയാം. അപ്പം 48 ഗ്രാം ആണ് ഇതിൻ്റെ ആൻസർ. നമ്മളോട് ചോദിച്ചേക്കുന്ന ഹൗ മെനി ഗ്രാം CH4 ഈസ് റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ഒരിടത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരിടത്ത് CH4 വന്നെന്ന് ഓർത്ത് മിസ്റ്റേക്ക് വരരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ഗ്രാം CH4 ഈസ് റിക്വയർഡ്. എത്ര ഗ്രാം CH4 ആണ് ആവശ്യമുള്ളത്? 48 ഗ്രാം CH4 ആണ് ആവശ്യമുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഗെറ്റിംഗ് സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനകത്തുള്ള 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതേ പാർട്ടിക്കിൾസിലുള്ള 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 18.066 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്കറിയാം. അത്രയും പാർട്ടിക്കിൾസ് തന്നെയാണ് 3 മോൾ CH4-ലുള്ളത്. 3 മോൾ CO2-ലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസും 3 മോൾ CH4-ലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. കാരണം എന്താണ്? 1 മോൾ ഏത് മോളിക്കൂളാണെങ്കിലും അതിൻ്റെത് 3 ഇൻറ്റു അവഗാഡോ നമ്പർ ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് 3 മോൾ CH4 ആണെങ്കിലും 3 ഇൻറ്റു NA അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചെയ്യുമ്പോൾ 18.066 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇതിനകത്ത് രണ്ടിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 മോൾ CH4-നകത്ത് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 48 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതോടുകൂടി നമ്മുടെ 6th കാറ്റഗറി തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നമ്മുടെ 7th കാറ്റഗറിയിലേക്ക് പോകാം. 7th കാറ്റഗറി എന്ന് പറയുന്നത് 5 മോൾ വാട്ടർ. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ 5 മോൾ വാട്ടർ ആയിട്ട് എടുക്കുന്നു. വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടിക്കിൾസ് എത്രയെന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ പാർട്ടിക്കിൾസ് എത്രയാണ്? അടുത്തത് എത്ര ലിറ്റർ ഉണ്ട്? ഡാഷ് ലിറ്റർ എത്രയാണെന്നുള്ളത്. പിന്നെ അടുത്ത എന്താണ്? എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളത്. എത്ര മോളിക്യൂൾ ഉണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് അറിയാവുന്നതേ ഉള്ളൂ. 5 മോൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വാട്ടറിനകത്ത് 1 മോൾ എന്ന് പറയുന്നത് അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് അറിയാമല്ലോ. 1 മോൾ എന്ന് പറയുന്നത് അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ 5 മോളിനകത്തുള്ളത് എത്രയായിരിക്കും? 5 ഇൻറ്റു NA ആയിരിക്കും. 5 ഇൻറ്റു NA ആയിരിക്കും എന്ന് പറയുന്നത് 5 ഇൻറ്റു ക്വസ്റ്റ്യൻ 6.022 ഇൻറ്റു 10⁻23 അത്ര എഴുതിയാലും മതി. പാർട്ടിക്കിൾസിൻ്റെത് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തെഴുതാം.
ഇനി അടുത്ത ലിറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ലിറ്റർ എന്ന് പറയുന്നത് 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പം 5 മോൾ എന്ന് പറയുന്നത് 5 × 22.4 ലിറ്റർ ആയിരിക്കും. 5 × 22.4 ലിറ്റർ ആയിരിക്കും. 5 × 22.4 ലിറ്റർ ചെയ്ത് കഴിയുമ്പോൾ 112 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. ദെൻ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ചെയ്യാം. മോളിക്കൂൾ നമ്മൾ ചെയ്യേണ്ട ഇത് സെയിം തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രോൺസ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാം. ആറ്റവും മോളിക്കൂളും ഒരേ രീതിയിൽ തന്നെ സെയിം രീതിയിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആറ്റംസിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി 5 × 5 മോളാണുള്ളത്. അപ്പോൾ 5 × ആറ്റോമിസിറ്റി ഇൻറ്റു Na ആണെന്നുള്ളത് അറിയാമല്ലോ. ആറ്റോമിസിറ്റി ഇൻറ്റു Na ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് നോക്കിയതാണ്. അപ്പം 5 × ആറ്റോമിസിറ്റിയോ ഏതിൻ്റെയാണ്? വാട്ടറിൻ്റെയാണ്. വാട്ടറിൻ്റെ ആറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ കിടപ്പുണ്ട് ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ. ആറ്റോമിസിറ്റി നോക്കുമ്പോൾ ആറ്റോമിക് നമ്പർ ആണ് എടുക്കേണ്ടത്, മാസ് നമ്പർ എല്ലാം നോക്കുക. ഓക്സിജൻ്റെ 8 ആണ്, ഹൈഡ്രജൻ്റെ 1 തന്നെയാണ്. സോറി, ഇവിടെ ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1 തന്നെയാണ് കേട്ടോ. ഓക്കെ, 5 × 10 എന്ന് വരും. അപ്പോൾ 5 × 10 = 50 എന്ന് വന്നു. 50 ആറ്റംസ് ആണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × ആറ്റോമിസിറ്റി ഓഫ് വാട്ടർ, സോറി ആറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിച്ചൊരു മിസ്റ്റേക്ക് എനിക്ക് തന്നെ സംഭവിച്ചു. ആറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ആറ്റത്തിൻ്റെ എണ്ണങ്ങളുടെ ആണ് എടുക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 5 × എത്രയാണ്? 3 ആറ്റംസ് ആണുള്ളത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി 3 ആറ്റംസ് ആണുള്ളത്. ഇൻറ്റു Na ആണ് എന്ന് പറയുമ്പോൾ 15 Na ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആറ്റംസ് എന്ന് പറയുന്നത് 15 അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അതിനകത്തുള്ള ആറ്റംസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 15 Na ആണ്. അടുത്തത് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 5 മോൾ വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ വേണ്ടി സം ഓഫ് ആറ്റോമിക് നമ്പർ ആണ് എടുക്കുന്നത്. നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്തത് തന്നെയാണ്. അപ്പം 5 × ഇലക്ട്രോൺസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ആറ്റത്തിൻ്റെ സമ്മ് 1 × 2 + 8 that is equal to 5 × 10 is equal to 15 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15 ഇലക്ട്രോൺസ് എന്നാണ് കിട്ടുന്നത്. ഇവിടുത്തെ ആൻസർ is equal to 15 ഇലക്ട്രോൺസ് എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മോള് തന്നു. ഇതിപ്പം വാട്ടർ എന്നുള്ളതിന് പകരം നമുക്കിതൊരു കാറ്റഗറി 7 നമ്മൾ പറഞ്ഞതിന് കാരണം ഇവിടെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് മാറി വരാവുന്നത് ഇവിടുത്തെ മോളിക്കൂളിൻ്റെ പേരുകൾ മാറി വരാം. CH4 എന്നോ അമോണിയ എന്നോ സൾഫ്യൂരിക് ആസിഡ് എന്നോ നൈട്രിക് ആസിഡ് എന്നോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പേരുകൾ മാറി വരാം. അതുപോലെ തന്നെ ഇവിടുത്തെ മോളിൻ്റെ എണ്ണത്തിനകത്ത് മാറി വരാം. ആ ഒരു വ്യത്യാസം വെച്ചുകൊണ്ട് ഇതേ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇതേ രീതിയിൽ ചോദിക്കും. ഇതേ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് കാണാൻ വേണ്ടി അവഗാഡോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മോളിനെ ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആറ്റംസ് ആക്കാൻ വേണ്ടി ആറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവഗാഡോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആറ്റോമിസിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ടെന്നുള്ള എണ്ണം പറയുന്നതാണ്. അപ്പം 2 1 3 ആറ്റംസ് ആണ്. അപ്പം 5 × 3 = 15 Na എന്ന് പറഞ്ഞു. ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആറ്റോമിക് നമ്പറുകളുടെ സം എടുക്കുകയാണ് ചെയ്യുന്നത്. സം ഓഫ് ആറ്റോമിക് നമ്പേഴ്സ് ആണ്. സം ഓഫ് ആറ്റോമിക് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടിയപ്പോൾ 5 × 10 = 15 ഇലക്ട്രോൺസ് എന്ന് നമുക്ക് കിട്ടി. ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാറ്റഗറി നമുക്ക് നോക്കാം. കാറ്റഗറി 8. കാറ്റഗറി 8 എട്ടാമത്തെ കാറ്റഗറിയിൽ if 1 kilogram sugar cost 30 rupee, find out the cost for 1 mole sugar. Find if 1 kilogram sugar cost 1 kilogram sugar ന്റെ വില എത്രയാണ് വന്നേക്കുന്നത്? 1 kilogram sugar is equal to
₹30 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ₹30 ആണെന്നുള്ളത് തന്നിട്ടുണ്ട് 1 കിലോഗ്രാം ഷുഗറിന്. ഇനി ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുലയും നമുക്ക് തന്നിട്ടുണ്ട്. ഷുഗർ ഈസിക്കൽ ടു C12H22O11 എന്നുള്ളതാണ് ഷുഗറിൻ്റെത്. അതിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 12 ആണ്, ഹൈഡ്രജൻ്റെത് 1 ആണ്, ഓക്സിജൻ്റെത് 8 ആണ്. ഇത്രയും നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമ്മളോട് ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഫോർ 1 മോൾ ഷുഗർ, 1 മോൾ ഷുഗറിൻ്റെ വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് 1 കിലോഗ്രാമിൻ്റെ വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് 1 മോളിൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് 1 മോൾ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം അളവുണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണല്ലോ. അപ്പം 1 മോൾ ഷുഗർ ഈസ് ഈക്വൽ ടു, ഇവിടെ കാർബണിൻ്റെ 12, കാർബണിൻ്റെ ഓൾറെഡി 12 ആണല്ലോ. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. 12 ഇൻറ്റു 12 എണ്ണം ഉണ്ട്. അപ്പം 12 ഇൻറ്റു 12 പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണെന്നുള്ളത് നമുക്കറിയാം. 1 ഇൻറ്റു എത്രയാണ്, 22 എണ്ണം ഉണ്ട്. അപ്പം 22 പ്ലസ് ഓക്സിജൻ്റെത്, ഓക്സിജൻ 11 ആണ് കേട്ടോ, O11 ആണ്. ഓക്സിജൻ 11, ഓക്സിജൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ്റെ 16 ആണെന്നുള്ളത്. ഓക്സിജൻ്റെ 8 ആറ്റോമിക് നമ്പറാണ്, മാസ് നമ്പറാണ് നമുക്ക് വേണ്ടത്. മാസ് നമ്പർ 16 ആണ്. ക്വസ്റ്റിനകത്തൊരു മിസ്റ്റേക്ക് വന്നാണ്, 16 ആണ് വേണ്ടത്. 16 ആയിട്ട് കഴിയുമ്പോൾ നമുക്ക് 16 ഇൻറ്റു 11 എന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 12 144 ആണെന്ന് നമുക്കറിയാം. 144 പ്ലസ് 22 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 22 തന്നെയാണ്. 16നെ 11 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 176 എന്ന് വരും. ഈക്വൽ ടു മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 342 ഗ്രാം എന്ന് വന്നു. അതായത് 1 മോൾ ഷുഗർ എന്ന് പറയുന്നത് 342 ഗ്രാം ആണെന്ന് നമുക്ക് കിട്ടി. ഇനി 1 കിലോഗ്രാം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കിലോഗ്രാമിലാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണ്, 1000 ഗ്രാം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞത് 1000 ഗ്രാം ആണ്. ഈ 1000 ഗ്രാമിനാണ് 30 രൂപയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 342 ഗ്രാമിൻ്റെ വിലയാണ് കിട്ടേണ്ടത്. അപ്പം 1 ഗ്രാമിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് 342 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പം 1 ഗ്രാം ഷുഗറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് 1 ഗ്രാം ഷുഗറിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 30 ആണ് രൂപ ബൈ എന്ത് ചെയ്യണം, നമുക്ക് 1000 കിലോഗ്രാം ആണ്, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ഗ്രാമിൻ്റെ കിട്ടും. 1 ഗ്രാമിനെ 342 കൊണ്ട് നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ 342 ഗ്രാമിൻ്റെത് കിട്ടും. ഇവിടെ ഓർത്തിരിക്കുക, എപ്പോഴും വിലയാണ് മുകളിൽ വരേണ്ടത്. വില ബൈ നമ്പർ എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഓർക്കുക. നമ്മളിപ്പം 40 രൂപയ്ക്ക് 10 പേന വാങ്ങിച്ചു. ഒരു പേനയുടെ വില എത്രയെന്ന് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 40 രൂപയ്ക്ക് 10 പേന വാങ്ങിച്ചെന്ന് പറയുമ്പോൾ 40 ഡിവൈഡ് ബൈ 10 ഇട്ടിട്ടല്ലേ 4 എന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വിലയാണ് മുകളിൽ എഴുതേണ്ടത്. വില ഷുഗറിൻ്റെ 30 ആണ്. 30 ഡിവൈഡ് ബൈ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1000 ഇവിടെ വന്നത്. ഇത് 1 ഗ്രാമിൻ്റെയാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് 342 ഗ്രാമിൻ്റെയാണ് വേണ്ടത്. അപ്പം ഇൻറ്റു 32 എന്ന് വന്നു, 342 എന്ന് വന്നു. ഇവിടെ നമുക്ക് ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇനി 342നെ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1026 എന്ന് കിട്ടി, 1026 എന്ന് കിട്ടി. അതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ബൈ 100 കിടപ്പുണ്ടല്ലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് ഇട്ടാൽ മതി. വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം, 6ഉം 2ഉം മാറിക്കഴിയുമ്പം 10.26. അപ്പം നമുക്ക് കിട്ടേണ്ട റെസ് എത്രയാണ്, എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് 1 മോൾ ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.26 റുപ്പീസാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ 1 കിലോഗ്രാം ഷുഗർ കോസ്റ്റ് 30 റുപ്പീസ്, 1 കിലോഗ്രാം ഷുഗറിന് 30 രൂപയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഫോർ 1 മോൾ ഷുഗർ. 1 കിലോഗ്രാം ആണ് തന്നത്. എന്നിട്ട് 1 മോളിൻ്റെ ഷുഗറിൻ്റെ വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പം ഇത് 1 മോൾ ഷുഗറാണ്. 1 മോൾ ഷുഗർ എന്ന് പറയുമ്പം എത്ര ഗ്രാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 1 മോൾ ഷുഗറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, 1 കിലോഗ്രാമിൻ്റെ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 1 മോള് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടുത്തെ മോളിക്കുലർ GMM കണ്ടുപിടിച്ചു. GMM കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു മോളിക്കൂളാണ്, അതുകൊണ്ടാണ് നമ്മൾ GMM കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് 342 ഗ്രാം എന്ന് വന്നു.
ഇനി 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണെന്നറിയാം. നമുക്ക് 1 മോളിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 342 ചെയ്തു, 1 മോൾ ഷുഗറിൻ്റെ ചെയ്തു. അപ്പോൾ നമുക്ക് 342 ഗ്രാമിൻ്റെ ഇവിടെ ഡിവൈഡ് 3 ഇൻറ്റു 342 ചെയ്തപ്പോൾ നമുക്ക് 1026 കിട്ടി. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റുപ്പീസ് 10.26, 10 രൂപ 26 പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ 8ാമത്തെ കാറ്റഗറി. റെയറായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ഇനി നമുക്ക് 9ാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇത് ഏകദേശം ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അവസാനിക്കുവാണ്. ഓൾമോസ്റ്റ് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതോടെ ചെയ്തിട്ടുണ്ട്. 9ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്. 6.022 ഇൻറ്റു 10⁻24 പാർട്ടിക്കിൾ കാർബൺ ഡൈ ഓക്സൈഡ്. അത് ഏതൊക്കെയായിട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത് എത്ര മോളാണ് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് മോള്, ഡാഷ് ലിറ്റർ, ഡാഷ് ഗ്രാം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 6.022 ഇൻറ്റു 10⁻24 പാർട്ടിക്കിളോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എത്ര മോളാണ്, എത്ര ലിറ്റർ ആണ്, എത്ര ഗ്രാം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പിള്ളേർ ആദ്യം ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം 6.022 ഇൻറ്റു 10⁻23 ആണ് അവഗാഡോ നമ്പർ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ 23 എന്നുള്ളതിന് പകരം 24 എന്നുള്ളത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്നൊക്കെ പിള്ളേർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് അല്ല. 6.022 ഇൻറ്റു 10⁻24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 10 ആണെന്നറിയാമല്ലോ. അതായത് 6.022 ഇൻറ്റു 24 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് പകരം നമ്മൾ 23 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ നമ്മൾ വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എഴുതാമല്ലോ. അപ്പം 10⁻23 പ്ലസ് 10⁻1 = 10⁻24 തന്നെയാകും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്നറിയാം. അപ്പം NA × 10 ആണെന്നുള്ളത് നമുക്കറിയാം. NA × 10 ആണെന്നുള്ളത് അറിയാം. NA എന്ന് പറയുന്നത് 1 മോളാന്നുള്ളത് അറിയാമല്ലോ. അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1 മോളാന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 10 മോളാണ് ഈ തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഈ തന്നിരിക്കുന്നത് എന്നുള്ളത് എത്രയാണ്? 10 മോളാണ്. എങ്ങനെയാണ്? 1 മോൾ എന്ന് പറയുന്നത് അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അവഗാഡോ നമ്പറിനെ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 ഇൻറ്റു അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 10 ഇൻറ്റു മോൾ എന്നാണ്, 1 മോൾ എന്നാണ്. അപ്പം 10 മോളാന്നുള്ള ആൻസർ വന്നു. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 10 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. 6.022 ഇൻറ്റു 10⁻24 എന്ന് പറയുന്നത് എത്ര മോളാണ്? 10 മോളാന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ലിറ്റർ ആണെന്നുള്ളതാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് 1 മോൾ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 10 മോളാണ്. അപ്പം 10 ഇൻറ്റു 22.4 ലിറ്റർ ചെയ്യേണ്ടി വരും. എന്ന് പറയുമ്പോൾ 224 ലിറ്റർ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം അതിൻ്റെ അടുത്ത ആൻസർ എത്രയാണ്? 224 ലിറ്റർ ആണ്. 224 ലിറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഗ്രാം എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാം കണ്ടുപിടിക്കാനായിട്ട് ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താൽ മതി. നമുക്ക് 10 ആണ് തന്നിരിക്കുന്നത്. 10 മോളിൻ്റെയാണ്. അപ്പം 10 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മോളിക്കൂളാണ്. സോ അതിൻ്റെ നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ കാർബൺ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. 12 പ്ലസ് ഓക്സിജൻ്റെ 16 ഉണ്ട്, 32 ആണ്. ഓക്സിജൻ്റെ 12 ഇൻറ്റു ഓക്സിജൻ്റെ 16 ആണ്. 16 ഇൻറ്റു 2 ചെയ്ത് കഴിയുമ്പോൾ 32 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 10 ഇൻറ്റു ദാറ്റ് ഈസ് ഇക്വൽ ടു 10 ഇൻറ്റു 4 44 എന്നാണ്. അപ്പം നമുക്ക് 440 ഗ്രാം എന്നാണ് കിട്ടുന്നത്. 440 ഗ്രാം എന്നാണ് കിട്ടുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് നമുക്ക് 440 ഗ്രാം എന്നാണ് കിട്ടുന്നത്. ഈ തരത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് കാറ്റഗറി 9ലെ ക്വസ്റ്റ്യനും കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് വീണ്ടും പല പ്രാവശ്യം ചെയ്ത് മനസ്സിലാക്കി പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചാൽ മാത്രമേ പ്രോബ്ലംസ് കിട്ടത്തുള്ളൂ.
നിങ്ങൾ ആദ്യം കണ്ട് മനസ്സിലാക്കുക, വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ വീഡിയോയിലെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് തനിയെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തിരി ബുദ്ധിമുട്ടുള്ളവർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് വീഡിയോ നോക്കി എഴുതിയെടുത്ത ശേഷം നിങ്ങൾ തനിയെ ക്വസ്റ്റ്യൻ വീണ്ടും വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ 9 കാറ്റഗറികളിലായിട്ട് തിരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 9 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 9 സെറ്റ് ക്വസ്റ്റ്യനകത്ത് ഓരോ സെറ്റിനകത്തു നിന്ന് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വീതം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതിന് തുല്യമായിട്ടാണ് ഈ ഒരെണ്ണം വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തറവാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ക്ലാസ് നിരീക്ഷിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.